ഞാൻ അവിയുടെ വീഡിയോ കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാനലാണ്. ഞാൻ പണ്ടേ മുതലേ ഫോളോ ചെയ്യുന്ന ചാനലാണ്. അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ പറയാണ്, അവി വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരും കാണത്തില്ല, വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. എൻ്റെ ചാനലിൽ വന്നിട്ട് അവി അറിഞ്ഞുകൂടാത്തവർ ആരും കാണത്തില്ലെന്നാണ്. എൻ്റെ തംബ്നെയിൽ കണ്ട് ക്ലിക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയാണ്, നല്ലൊരു നീറ്റ് പയ്യൻ എന്ന് വെച്ചാൽ നല്ല തങ്കപ്പെട്ട പയ്യൻ. പുള്ളിക്കാരൻ ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ സുജിത് ഭക്തൻ, സഞ്ജു തുടങ്ങിയ സമയത്ത് മുതലേ, ഈബുൾ ജെറ്റ് ആ സമയത്ത് മുതലേ അവൻ പുള്ളിക്കാരൻ ഫുള്ള് ട്രാവൽ ചെയ്ത് സ്വന്തം ഡ്യുവയിൽ ഫുള്ള് ട്രാവൽ ചെയ്ത് നാടെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു പയ്യനാണ്. നല്ലൊരു മനുഷ്യൻ, നല്ലൊരു വ്യക്തിയുടെ ഉടമ, നല്ലൊരു വ്യക്തിത്വമുള്ള ഉടമ. മനസ്സിലായോ? അങ്ങനെ ഞാൻ പറയാം, നല്ലൊരു വ്യക്തിത്വമുള്ള ഉടമയാണ് ആ ചെക്കൻ. നല്ല സ്നേഹമുള്ള, അവൻ്റെ ചിരി കാണണം. ആ ചിരി കണ്ട് അവൻ്റെ ചിരി കാണുമ്പോൾ തന്നെ നമ്മളങ്ങ് മനസ്സലിയുന്ന നല്ലൊരു പയ്യൻ. അങ്ങനെ അവൻ്റെ ജീവിതം ഇങ്ങനെ കടന്നുകൊണ്ട് പോകുന്ന സമയത്താണ് അവൻ 7 വർഷം, നോട്ട് ദ പോയിന്റ്, 7 വർഷം ലവ് ചെയ്ത പെൺകുട്ടിയെ ഡിസംബർ 11-ാം തീയതി 2020 കല്യാണം കഴിക്കുന്നു. അടിപൊളിയായി പോകുന്നു. ഗോൾഡ് മേടിച്ചു, എല്ലാം മേടിച്ചു. വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. വീട് വെക്കാനുള്ള ഇത് നടക്കുന്നു. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവളെ. അവൻ എന്ത് ചെയ്യുമെന്ന് അറിയോ? സർപ്രൈസ് ചെയ്യുമായിരുന്നു. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സർപ്രൈസ് ചെയ്യാറുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് സർപ്രൈസ് ചെയ്തിട്ട് ആ വീഡിയോ ഒക്കെ എടുത്ത് സർപ്രൈസ് ചെയ്യുന്ന എല്ലാം എടുത്ത് അവൻ ഇടാറുണ്ടായിരുന്നു. എന്തു പറയാനാ, അവളെ ഇഷ്ടത്തിന് വേണ്ടി അവൻ ജീവിച്ചു. നമ്മൾ പറയത്തില്ലേ, പ്രേമിക്കുമ്പോൾ കണ്ണുമില്ല മൂക്കില്ല ഒന്നുമില്ലെന്ന് പറയുന്ന പോലെ അവൻ പ്രേമത്തിൽ തന്നെ മറന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തു? സ്വന്തം വൈഫിനെ അവൻ അവൻ അത്രയ്ക്ക് സ്നേഹിച്ചു. ആ സ്നേഹിച്ചവന് കിട്ടിയത് മറന്നുപോയായിരുന്നു. ഞാൻ ചിരിക്കാറേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്ന അപ്പുറം സിറ്റുവേഷനിൽ കൂടെ ഒക്കെ ആയിരുന്നു ഞാൻ കടന്നു പോയത്. സ്നേഹിച്ചവൻ എന്ത് കിട്ടി ലാസ്റ്റ് എന്ത് കിട്ടി? ഇതുപോലെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ. ചിലവരൊക്കെ ആണെങ്കിൽ ആണും പെണ്ണും, 1, 2 അല്ല, ആണും പെണ്ണും ഒക്കെ കണക്ക് തന്നെയാണ്. ചില ആണുങ്ങൾ നല്ലപോലെ സ്നേഹിക്കും, ആണുങ്ങൾ നല്ലപോലെ ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷെ പെണ്ണുങ്ങളോ ഒരു ഡെഡിക്കേഷനും ഇല്ല. ഭയങ്കര തുടങ്ങുന്ന സമയത്തുള്ള സ്നേഹം ഉണ്ടല്ലോ, അയ്യോ പണയണ്ട, ഭയങ്കര സ്നേഹം. തുടങ്ങുന്ന സമയത്ത് നല്ല സ്നേഹമായിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ അവർ പിന്നെ മടുക്കാൻ തുടങ്ങും, ഭയങ്കര പടുക്കലാണ്. അപ്പോൾ നമ്മുടെ ഈ കഥാകാരി ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ ആ ലക്ഷ്യം, ആ പുള്ളിക്കാരിയുടെ വലിയ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പയ്യനാണെങ്കിൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ദുബായിലോട്ട് പോയി നിന്റെ ഇഷ്ടത്തിന്, നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തു ജീവിക്ക്, പോലെ ജീവിക്ക്, നമ്മുടെ ലൈഫ് നമുക്ക് അച്ചീവ് ചെയ്യാം എന്ന രീതിയിലാണ് പാവം ആ പയ്യൻ അവളെ പറഞ്ഞു വിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ആള് പോട്ടെ, ഒന്ന് രക്ഷപ്പെടാം, എൻ്റെ ഫാമിലി ഒന്ന് രക്ഷപ്പെടാം, ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല, നാട്ടിൽ നിന്നിട്ട് ഈ ചെറിയ പൈസയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, ഈ പൈസയൊക്കെ ഒന്ന് മാറി നല്ല ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയായിരിക്കും ആ പാവം ആ മറ്റേ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടത്. അവൾ അവിടെ ചെന്ന് ചെയ്തതെന്ന് അറിയാവോ? എന്തായിരിക്കും അസ്യൂം ചെയ്തത്? അത് തന്നെയാണ് ചെയ്തത്. മനസ്സിലായോ? ഞാനിപ്പോൾ പറയുന്ന കാര്യം, ഇപ്പോൾ ഇത് കാണുന്ന ഒരു ആണോ ഒരു പെൺകുട്ടിയോ ഉണ്ടെങ്കിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ലവ് ചെയ്യാൻ കല്യാണം കഴിഞ്ഞാലും സിൻസിയറാണ്, പറ്റുമെങ്കിലും മാത്രം എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാൻ മാത്രമാണെങ്കിൽ മാത്രം ലവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പണിക്ക് പോവാതിരിക്കുക. ലവ് ചെയ്ത് ഒരാൾക്ക് എല്ലാം കൊടുത്തതിന് ശേഷം, ഒരാളെ എല്ലാം സ്നേഹിച്ച് നല്ല കൊന്നതിന് ശേഷം പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഈ കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് ചിലപ്പോൾ ഇന്ന് നീ എനിക്കിട്ടടിക്കും, നാളെ നിനക്കിട്ടടിക്കും. മനസ്സിലായോ? അമ്മാതിരി എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞ് മൂഞ്ചി കുത്തി ഇരിക്കുമ്പോൾ വിചാരിക്കും, അയ്യോ എൻ്റെ ജീവിതം പോയേ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യവുമില്ല.
മനസ്സിലായോ? അതുകൊണ്ട് ഒന്ന് ആലോചിക്കുക. ആ പുള്ളിക്കാരൻ്റെ അത് ഞാൻ ഒന്നും കൂടെ ഇട്ട് എന്താ എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു. അവൻ പറയണ് അവൻ ചിരിക്കാൻ മറന്നുപോയെന്നാണ്. പക്ഷെ നമ്മുടെ കഥാകാരി ഉണ്ടല്ലോ, കഥാകാരിയുടെ ചാനൽ കണ്ടോ? അയ്യോ, കഥാകാരി പുതിയ വണ്ടിയൊക്കെ മേടിച്ചു, മറ്റേ സ്കൂട്ടറൊക്കെ മേടിച്ചു, പുതിയ വണ്ടി. യുഎയിൽ എല്ലാവരും ഓട്ടിക്കുകയാണെന്നൊക്കെ, നല്ല ഓടുമെന്നൊക്കെ ഈ വണ്ടി. ഞാൻ ഇന്നലെ ഹണി റോസിനെ കുറിച്ച് സംസാരിച്ച പോലെ ഇത് കാര്യം പറയാണ്. പെണ്ണുങ്ങൾ തന്നെ കുറേ പേരുണ്ട്, നല്ല ആൾക്കാരുണ്ട്, അഴുക്ക ആൾക്കാരുണ്ട്. പെണ്ണ് മാത്രമല്ല, ഇതിൽ ആണിലും ഉണ്ട് നല്ല ആൾക്കാരുണ്ട്, അഴുക്ക ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിദേശത്താണ് കേട്ടോ, ഗൾഫിലാണ്. അപ്പോൾ ഇവിടെയുണ്ട്, നാട്ടില് വൈഫുണ്ട് കേട്ടോ, നാട്ടിലും മക്കളും വൈഫും ഒക്കെ ഉണ്ട്. എന്നാലും ഇവിടെ ചിലവന്മാരുണ്ടല്ലോ ഫിലിപ്പീനരോടെ കിടക്കത്തുള്ളൂ, ഫിലിപ്പീനരോടെ കിടക്കാൻ പറ്റത്തുള്ളൂ. ചിലവർക്ക് ഫിലിപ്പീനേ പറ്റത്തുള്ളൂ, ചിലവർക്ക് വേറെ നാഷണാലിറ്റിയെ പറ്റത്തുള്ളൂ, ആരെങ്കിലും ഇല്ലാതെ പറ്റത്തില്ല. അങ്ങനത്തെ കുറേ ചെറ്റകൾ ഇവിടെ ഉണ്ട്, മനസ്സിലായ? അതുകൊണ്ട് ഞാൻ പറയണേ, സ്നേഹിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഈ പണിക്ക് നിൽക്കുക, അല്ലെങ്കിൽ ഒരാളെ ചതിക്കാതിരിക്കുക. ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം, അല്ല ഇത്രയും സ്നേഹമൊക്കെ കൊടുത്തിട്ട് ഒരു മനുഷ്യനെ നശിപ്പിച്ചിട്ട് നിനക്ക് എന്ത് നേടാനാണ്? നിന്റെ പേര് പോയില്ലേ? ഞാൻ ഈ സ്വാതിയോട് ചോദിച്ചു, ചക്കരയുടെ അടുത്ത് ചോദിക്കുകയാണ്. ചക്കര ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല, കണ്ടാലും കണ്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഇടി നിനക്ക് ഇനി ജീവിതത്തിൽ ഒരു സക്സസ് കാണോ? ഇനി എപ്പോഴും റിഗ്രറ്റ് ആയിരിക്കത്തില്ലേ? നിന്നോടുള്ള പയ്യൻ, നിന്റെ കൂടെ ഇപ്പോൾ ഉള്ള പയ്യൻ എനിക്കറിയത്തില്ല, ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു പയ്യൻ നിന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ പയ്യനെ അറിയായിരുന്നോ നീ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും 7 വർഷത്തെ ലൈൻ ആയിരുന്നിട്ടാണ് അവൻ നിന്നെ സ്വീകരിച്ചത്, മനസ്സിലായ? അവൻ നാളെ തേച്ചിട്ട് പോവില്ലെന്ന് നിനക്ക് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. 4 ദിവസം നീ പോകുമ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കും, നീ ഒറ്റയ്ക്കായിരിക്കും, നീയും നിന്റെ റൂമുമായിട്ട് നീ മുറിക്കകത്ത് കിടന്ന കാര്യം, മനസ്സിലായോ? ഇതാണ് നടക്കാൻ പോണ ഏറ്റവും വലിയ വാസ്തവം, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ കുറേ കാണുന്നുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് നടന്ന ഒരു കാര്യം പറയാം കേട്ടോ, ഇത് കേൾക്കണം നിങ്ങൾ. ഈ ഇടയ്ക്ക് നടന്ന കാര്യം, ഒരു പെൺകുട്ടിയുണ്ട് കേട്ടോ. ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയാ. ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നറിയാവോ? ആ പെൺകുട്ടി ഒരു 20-ആം വയസ്സായപ്പോൾ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അങ്ങനെ വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് എന്ത് ചെയ്തെന്നറിയാവോ? ആ പുള്ളിക്കാരി അവിടെ കൊണ്ടുപോയി അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വീട്ടുകാർക്കൊക്കെ വിഷമവും കരച്ചിലൊക്കെ ആയി. ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനിൽ വന്നപ്പോൾ പുള്ളിക്കാരി എന്ത് പറയുന്നറിയോ? ഞാൻ എൻ്റെ പയ്യനോട് മാത്രമേ താമസിക്കുകയുള്ളൂ, ഇവനോട് അല്ലാതെ വേറെ ആരോടും താമസിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ തന്നെ പോയി. ഇതെന്തായെന്നറിയാവോ? ഏറ്റവും ലാസ്റ്റ് ഓക്കെ അവനെ മതി എന്ന് പറഞ്ഞ് പോയി. അവനെ പോയിട്ട് അവളുടെ പൈസയൊക്കെ എടുത്തുകൊണ്ട് അവൻ വേറൊരിടത്ത് പോയി, ഗോവ എന്ന് പറയുന്ന സ്ഥലത്ത് പോയതിന് ശേഷം അവൻ തിരിച്ച് വന്നിട്ടേ ഇല്ല. അത് ഏറ്റവും ലാസ്റ്റ് റിയലൈസ് ചെയ്തിട്ട് അവൾ തിരിച്ചു വന്ന് ഫാമിലിയൊക്കെ ഒന്ന് സെറ്റായി, വീണ്ടും പഴയതുപോലെ ആയി. 22-23 ആയപ്പോൾ വീണ്ടും കല്യാണം കഴിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യാന്നറിയാവോ? കല്യാണം കഴിച്ച് കൊടുത്തിട്ട് അവർ നന്ന പോലെ പൊയ്ക്കൊണ്ടിരുന്നു. ലൈഫ് അടിപൊളിയായി, ലൈഫായി, 2 കൊച്ചു പിള്ളേരായപ്പോൾ അവൾക്ക് വീണ്ടും എന്ത് തോന്നി? വേറൊരു പയ്യനോട് ഇഷ്ടം തോന്നി. ആ ഹസ്ബൻഡ് ഇതെല്ലാം അറിഞ്ഞിട്ട്, ഇവളുടെ പാസ്റ്റ് എല്ലാം അറിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. അതൊരു അറേഞ്ച് മാരേജ് ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? കറൻലി ഇപ്പോൾ വേറൊരു പുതിയ പയ്യനുമായിട്ട് ആ പിള്ളേരും കൊണ്ട് അവൾ ഒളിച്ചോടിപ്പോയി. ഇതാണ് ഇപ്പോൾ ലോകത്തിൽ കറൻലി നടക്കുന്ന അവസ്ഥ. ഇത് ഞാൻ പറഞ്ഞതിൽ ഒരു ഉദാഹരണമാണ് ഇത്. ഇതുപോലെ എത്ര നടക്കണമുണ്ട്. ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഈ പെണ്ണോ ആണോ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിനക്കൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ ഈ പണിക്കിറക്കുക. എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം മൈരെ പോ, അല്ലെങ്കിൽ നീ നിന്റെ കണിക്ക് പോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യന്റെ കാര്യം ഇന്നും ആലോചിച്ച് നോക്കി. ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ കേസ്, ഈ പയ്യൻ എന്തുമാത്രം അവൻ ഇനി ഇഞ്ചിഞ്ചായിട്ട് ചാവണ്ടേ? ഇടി ഒരു ലവിലൊക്കെ കയറി കഴിഞ്ഞാൽ അത് നീ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കാൻ നോക്ക്. എന്തിനാണ് മൂന്നാമത്തെ ഒരാളെ ഇതിൻ്റെ അകത്ത് കൊണ്ടിടുന്നത്? ഇത് ഫ്രണ്ട് ആയാലും ശരിയാണ്, ഒരു മൂന്നാമത്തെ ആള് ഇതിൻ്റെ അകത്ത് വരും, ഫാമിലിക്കകത്ത് ഒരു ഫാമിലി ആയാലും അതിൻ്റെ അകത്ത് ഫാമിലി ഇൻവോൾവ് ചെയ്യും. ഇതൊക്കെയാണ് പ്രശ്നം. ഈ ലോകത്തിൽ അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്.
പ്രത്യേകിച്ച് മലയാളികൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എന്നെ കാണുന്ന ന്യൂ ജനറേഷൻ, എനിക്കറിയാം എല്ലാം പോയി കിടക്കണമെന്ന് അറിയാം. എന്നാലും ഞാൻ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ ഒരാളെങ്കിലും നന്നായിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ കാണുന്നതിൽ പിന്നെ ഒരു 60 പേര് ഒരു 10 പേരായിരിക്കും ഈ വീഡിയോ കാണുന്നത് എനിക്കറിയാം. എന്നാലും ഒരാളെങ്കിലും, ഞാൻ പറയണ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഒരാളെങ്കിലും സ്വന്തം പാർട്ട്ണറിനെ ചീറ്റ് ചെയ്യാതിരിക്കും.